എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഉത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി നക്ഷത്രങ്ങളാണ് കന്നിരാശിയിൽ വരുന്നത്. ഈ നക്ഷത്രക്കാരുടെ ആഗസ്റ്റ് മാസത്തെ വിശദമായ രാശിഫലത്തെ പറ്റിയാണ്. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഗ്രഹങ്ങളുടെ രാശി മാറ്റങ്ങൾ വലിയ സ്വാധീനം ചെലുത്താറുണ്ട്. ഈ ആഗസ്റ്റ് മാസം ഗ്രഹനിലയിലെ വൻ മാറ്റങ്ങളൊക്കെയാണ് സംഭവിക്കുന്നത്. സൂര്യൻ, ബുധൻ തുടങ്ങിയ പ്രധാന ഗ്രഹങ്ങളൊക്കെ രാശി മാറുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രഹസ്ഥിതി കന്നിരാശിക്കാരുടെ തൊഴിലിനെ, സാമ്പത്തികത്തെ, കുടുംബത്തെ, ആരോഗ്യത്തെ, വിദ്യാഭ്യാസത്തെയൊക്കെ എങ്ങനെ ബാധിക്കും എന്നതിനെ പറ്റിയാണ്. എന്തൊക്കെ കാര്യങ്ങളിലാണ് പ്രത്യേകം ശ്രദ്ധയൊക്കെ പുലർത്തേണ്ടത്, എന്തൊക്കെ പരിഹാരങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അതിനാൽ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ ഈ മാസത്തെ പ്രധാന ഗ്രഹനില എങ്ങനെയാണെന്ന് നോക്കാം. സൂര്യൻ ആഗസ്റ്റ് 16 വരെ നിങ്ങളുടെ 11-ാം ഭാവമായ കർക്കിടകത്തിൽ, അതിനുശേഷം 16-ാം തീയതിക്ക് ശേഷം 12-ാം ഭാവമായ ചിങ്ങത്തിലേക്ക് 12-ാം ഭാവമായ ചിങ്ങം വ്യയസ്ഥാനമാണ്. ആ വ്യയസ്ഥാനത്തേക്ക് രാശി മാറുന്നുണ്ട്. ചൊവ്വ മാസം മുഴുവൻ 10-ാം ഭാവമായ മിഥുനൻ രാശിയിൽ തന്നെ നിൽക്കുകയാണ്, കർമ്മഭാവമാണ്. ബുധന് മാസത്തിൻ്റെ തുടക്കത്തിൽ 10-ാം ഭാവത്തിലും, ആഗസ്റ്റ് 5-ന് 11-ാം ഭാവമായ കർക്കിടകത്തിലേക്കും, ആഗസ്റ്റ് 22-ന് 12-ാം ഭാവമായ ചിങ്ങത്തിലേക്കും രാശി മാറുന്നുണ്ട്. ശുക്രൻ നിങ്ങളുടെ ജന്മരാശിയായ കന്നിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ശനി മീനത്തിലാണ് 7-ാം ഭാവം. രാഹു കുംഭത്തിൽ 6-ാം ഭാവത്തിലാണ്. കേതു 12-ാം ഭാവമായ ചിങ്ങത്തിലുമാണ് നിൽക്കുന്നത്. ഈ ഗ്രഹനില അനുസരിച്ച് ആഗസ്റ്റ് ആദ്യ പകുതിയും 2-ാം പകുതിയും കന്നിരാശിക്കാർക്ക് വ്യത്യസ്ത അനുഭവങ്ങളായിരിക്കും നൽകുന്നത്. ആദ്യം തന്നെ തൊഴിൽ രംഗം എങ്ങനെയുണ്ടെന്ന് നോക്കാം. തൊഴിൽ രംഗത്തെക്കുറിച്ച് പറയുമ്പോൾ 10-ാം ഭാവത്തിൽ മാസം മുഴുവൻ നിൽക്കുന്ന കുജനും മാസത്തിൻ്റെ തുടക്കത്തിലെ ബുധൻ്റെയൊക്കെ സാന്നിധ്യവും കന്നിരാശിക്കാർക്ക് നല്ല രീതിയിലുള്ള ഊർജ്ജമൊക്കെ നൽകുന്നതാണ്. 10-ാം ഭാവത്തിൽ ചൊവ്വയൊക്കെ നിൽക്കുന്നത് ജോലിയിലെ അധ്വാന ഭാരമൊക്കെ അല്പം കൂടിയേക്കാം. എങ്കിലും ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നതാണ്. മേലധികാരികളിൽ നിന്ന് പ്രശംസയൊക്കെ ലഭിക്കുന്നതാണ്. ബുധൻ 11-ലേക്ക് മാറുന്ന ആഗസ്റ്റ് 5 മുതൽ 22 വരെയുള്ള സമയം പ്രമോഷനോ പുതിയ ഉത്തരവാദിത്തങ്ങളോ ഒക്കെയും പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ബിസിനസ് ചെയ്യുന്നവർക്ക് 7-ൽ ശനിയൊക്കെ നിൽക്കുന്നതിനാൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ പങ്കാളിയുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതെ സൂക്ഷിക്കണം. എന്നാൽ ആഗസ്റ്റ് 16 വരെ സൂര്യൻ 11-ലൊക്കെ ഉള്ളതിനാൽ സാമ്പത്തികമായി കച്ചവടത്തിലൊക്കെ നല്ല രീതിയിലുള്ള ലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ്. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്കോ വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കോ ആഗസ്റ്റ് 16-ാം തീയതിക്ക് ശേഷം അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. 12-ാം ഭാവത്തിലേക്ക് രവിയും ബുധനും കേതുവിനൊപ്പം വരുന്നത് വിദേശയാത്രയ്ക്കുള്ള വഴികളൊക്കെ തുറക്കുന്നതുമാണ്. ഇനി ധന എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആഗസ്റ്റ് 16 വരെ സൂര്യൻ 11-ാം ഭാവത്തിൽ നിൽക്കുന്നത് കന്നിരാശിക്കാർക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങളൊക്കെ നൽകുന്നതാണ്. കുടിശ്ശികയായിട്ടൊക്കെ കിടന്ന പണമൊക്കെ തിരികെ ലഭിക്കാം. റിയൽ എസ്റ്റേറ്റ്, അതുപോലെ കടം കൊടുത്ത പണം എന്നിവയിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാകുന്ന സമയമാണ്. ആഗസ്റ്റ് 16-ന് ശേഷം ചിലവുകളൊക്കെ വർദ്ധിക്കാം. രവി ആഗസ്റ്റ് 16-ന് ശേഷം രവിയും, അതുപോലെ 22-ാം തീയതിക്ക് ശേഷം ബുധനും 12-ാം ഭാവമായ ചിങ്ങത്തിലേക്കൊക്കെ മാറുന്നതോടെ അനാവശ്യമായ ചിലവുകളൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ആശുപത്രി ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന യാത്രകൾക്കോ ഒക്കെ വേണ്ടി പണം ചിലവാകാനും സാധ്യതയുണ്ട്. ലഗ്നത്തിൽ നീചനായിട്ടൊക്കെ ശുക്രൻ നിൽക്കുന്നതിനാൽ ആഡംബര വസ്തുക്കൾക്കായിട്ടൊക്കെ അമിതമായിട്ടൊക്കെ പണം ചിലവഴിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ ഓഹരി വിപണിയിലോ പുതിയ സംരംഭങ്ങളിലോ ഒക്കെ നിക്ഷേപിക്കുമ്പോൾ അത് ആഗസ്റ്റിൻ്റെ ആദ്യം വരെ ഉപയോഗപ്പെടുത്തുന്നതാണ് കൂടുതൽ ഉചിതമായിട്ടുള്ളത്. ഇനി കുടുംബ ജീവിതത്തിലേക്കും അതുപോലെ വ്യക്തിബന്ധങ്ങളിലേക്കും നോക്കിയാൽ 7-ാം ഭാവത്തിൽ ശനിയൊക്കെ തുടരുന്നതിനാൽ പങ്കാളിയുമായിട്ട് ചെറിയ തരത്തിലുള്ള അസ്വസ്ഥതകൾക്കോ അതുപോലെ ആശയവിനിമയക്കുറവിനോ ഒക്കെ സാധ്യതയുണ്ട്. ശുക്രൻ ലഗ്നത്തിലൊക്കെ നീചനായിട്ട് നിൽക്കുന്നതും പങ്കാളിയുടെയൊക്കെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണമെന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ സംസാരത്തിൽ ഒരു കണിശതയൊക്കെ കുറച്ച് എന്തെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച മനോഭാവമൊക്കെ കാണിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം നല്ലതാണ്. ഇനി പ്രണയം ഉള്ളവർക്കാണെങ്കിൽ ഈ മാസം പ്രണയബന്ധത്തിൽ അല്പം അവിശ്വാസമോ
അല്ലെങ്കിൽ പരസ്പരം എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാം. എന്തെങ്കിലും തീരുമാനമൊക്കെ എടുക്കുന്നത് ധൃതി പിടിച്ച് എടുക്കുന്നത് നന്നായിരിക്കില്ല. അതുപോലെ 6-ൽ രാഹുവും 11-ൽ രവിയും ഒക്കെ നിൽക്കുന്ന ആഗസ്റ്റിൻ്റെ ആദ്യ പകുതിയിൽ എന്തെങ്കിലും ശത്രുദോഷമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടുന്നതാണ് ആഗസ്റ്റിൻ്റെ ആദ്യ സമയങ്ങളിൽ. അതുപോലെ കുടുംബാംഗങ്ങളിൽ നിന്ന് സാമ്പത്തികവും മാനസികവുമായ പിന്തുണയൊക്കെ ഈ ആഗസ്റ്റിൻ്റെ ആദ്യ പകുതിക്ക് മുൻപ് ലഭിക്കുന്നതുമാണ്. ഇനി ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. കന്നി രാശിക്കാർ ഈ മാസം കുറച്ച് ആരോഗ്യകാര്യത്തിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു സമയമാണ്. അതുപോലെ രാശിനാഥനായ ബുധൻ്റെ മാറ്റവും ലഗ്നത്തിൽ ശുക്രനൊക്കെ നിൽക്കുന്നതും ഉദര സംബന്ധമായ അസുഖങ്ങൾക്കോ അല്ലെങ്കിൽ ത്വക്കിൻ്റെ രോഗങ്ങൾക്കോ ഒക്കെ ഇടയാക്കിയേക്കാം. ആഗസ്റ്റ് 16-ന് ശേഷം ഉറക്കക്കുറവ്, അതുപോലെ കണ്ണിന് എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥത എന്നിവയൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. കൃത്യമായ ഭക്ഷണക്രമവും വിശ്രമവും ഒക്കെ ഉറപ്പാക്കേണ്ടതാണ്. ഇനി കന്നിരാശിയിൽ വരുന്ന വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. വിദ്യാർത്ഥികൾക്ക് ആഗസ്റ്റ് 5 മുതൽ 22 വരെയുള്ള സമയം വളരെയധികം മികച്ചതാണ്. മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് 6-ലൊക്കെ രാഹു നിൽക്കുന്നത് വിജയമൊക്കെ നൽകുന്നതാണ്. കഠിനാധ്വാനമൊക്കെ ചെയ്യുന്നവർക്ക് ഈ മാസം മികച്ച ഫലം ഉറപ്പാണ്. പഠനത്തിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതും മൊബൈൽ ഫോണിൻ്റെ ഉപയോഗമൊക്കെ പരമാവധി കുറയ്ക്കേണ്ടതുമാണ്. അതുപോലെ കൂട്ടുകെട്ടുകളും അല്പം മാറ്റി നിർത്തേണ്ട സമയമാണ് ഓഗസ്റ്റ് മാസം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. ഇനി കന്നി രാശിക്കാർക്ക് ഉള്ള ദോഷഫലങ്ങളൊക്കെ കുറയ്ക്കാനും അവരുടെ ശുഭഫലങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനും ഈ മാസം ചെയ്യേണ്ട പ്രധാന പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. നിങ്ങളുടെ രാശിനാഥനായ ബുധൻ്റെ പ്രീതിക്കായിട്ട് ദിവസവും കഴിയുമെങ്കിൽ ദിവസവും അല്ലെങ്കിൽ ബുധനാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ഉറപ്പായിട്ടും ജപിക്കേണ്ടതാണ്. ഇനി ജപിക്കാൻ സാധിക്കാത്തവർക്കാണെങ്കിൽ വിഷ്ണു സഹസ്രനാമം കേൾക്കുന്നതും നല്ലതാണ്. അതുപോലെ ശിവക്ഷേത്ര ദർശനം നടത്തുക, കഴിയുന്ന വഴിപാടൊക്കെ ചെയ്യുക. ശനിയുടെയും രാഹുവിൻ്റെയും ഒക്കെ ദോഷപരിഹാരത്തിന് ഇത് നല്ലതാണ്. തിങ്കളാഴ്ചകളിലോ ശനിയാഴ്ചകളിലോ ഒക്കെ ഇത് ചെയ്യുന്നത് നന്നായിരിക്കും. ശിവന് ധാര, കൂവളമാല എന്നിവയൊക്കെ വഴിപാടായിട്ട് നടത്തുക. അതുപോലെ ശനിയാഴ്ചകളിൽ ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് കഴിക്കുന്നത് ശനിയുടെ ദോഷങ്ങൾ കുറയ്ക്കുന്നതാണ്. അതുപോലെ മാസത്തിൻ്റെ 2-ാം പകുതിയിലുണ്ടാകുന്ന അനാവശ്യ ചിലവുകളും അലച്ചിലുകളും ഒക്കെ ഒഴിവാക്കാൻ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നതും ഉത്തമമാണ്. അതുപോലെ നിങ്ങളുടെ ലഗ്നത്തിൽ ശുക്രൻ നീചനായിട്ടൊക്കെ നിൽക്കുന്നതുണ്ട്. അത് പരിഹരിക്കാൻ വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നതും നല്ലതാണ്. കന്നിരാശിക്കാർക്ക് ആഗസ്റ്റ് മാസം ആദ്യ പകുതിയിൽ തൊഴിലും സാമ്പത്തികത്തിലുമൊക്കെ മികച്ച നേട്ടങ്ങളൊക്കെ നൽകുമെങ്കിലും 2-ാം പകുതിയിൽ ചിലവുകളും ആരോഗ്യത്തിലുമൊക്കെ അല്പം മുൻകരുതലുകൾ ആവശ്യമാണ്. കൃത്യമായ പ്ലാനിങ്ങോടെയൊക്കെ മുന്നോട്ട് പോയാൽ ഈ മാസം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.